യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാം നല്ല സാവകാശനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ചില വിഷയങ്ങൾ ഓർപ്പിച്ചിട്ട് തുടർന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മോട് സംസാരിപ്പാനിടയായി തീരട്ടെ. ഇന്ന് വായിച്ച നമ്മൾ 4-ാമത്തെ സങ്കീർത്തനമാണ്. ദാവീദ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വായിക്കുവാനിടയായി തീർന്നത്. നമ്മുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയുള്ള യാഗങ്ങളെയാണ് അർപ്പിക്കണമെന്ന് 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. നീതിയുടെ യാഗങ്ങളെ അർപ്പിപ്പീൻ. എന്ത് ചെയ്യണം? യഹോവയിൽ ആശ്രയം വയ്ക്കണം. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിലേക്ക് കടന്നു ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിക്കുവാനുള്ളത്, ദൈവസന്നിധിയിലായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അനീതിയായിട്ടുള്ള യാഗങ്ങളല്ല, നീതിയായിട്ടുള്ള യാഗം. ആ യാഗത്തുമേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതിനുമേൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം ലഭിക്കുവാനിടയായി തീരും. നമുക്ക് നന്മ കാണിക്കുമെന്ന് ആരെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കും. അല്ലല്ലേ, ആര് എവിടെ നിന്നാണ് ഒരു നന്മ ലഭിക്കുന്നത്, എവിടെ നിന്നാണ് ഒരു വഴി തുറക്കുന്നത്, വാതിൽ തുറക്കുന്നതെന്ന് ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ UK വരുന്നതിന് മുൻപ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എവിടെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്, അത് ഗൾഫിലോട്ടാണോ, അത് UK അമേരിക്കയിലാണോ, ഒന്നും നമുക്കറിയത്തില്ല. ആര് നമുക്ക് വേണ്ടി, നമ്മുടെ ബന്ധക്കാരോ ചർച്ചക്കാരോ നന്മ ചെയ്യുന്ന അനേക ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പറയുവാനിടയായിത്തീരും, ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്ത് ഉപകാരങ്ങൾ ചെയ്ത് നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളിൽ നമ്മളെ ദൈവമായ കർത്താവ് എത്തിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട് നമ്മൾ അറിയുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി പ്ലാനുകളും പദ്ധതികളും ഒരുക്കി ആ സമയമാകുമ്പോൾ നമ്മുടെ മുൻപിൽ എന്തെന്നറിയാമോ, ദൈവമായ കർത്താവ് കാണിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്ത എന്ന് പറയുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവമായ ദാവീദ് ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പറയുകയാണ്, എൻ്റെ ദൈവം ആരെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അനേകം പേര് നീതിയില്ലാതെ ഇടപെടുമ്പോൾ എൻ്റെ ദൈവം ആരാണ്? ഒന്നാമത് നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. അനീതി നിറഞ്ഞ ലോകത്തിൽ നീതിമാനായ ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നീതിയോട് ഇടപെടുവാനിടയായി തീരും. ഹല്ലേലൂയ. താനിപ്പോൾ ആയിരിക്കുന്നത് ഞെരുക്കത്തിൻ്റെ അവസ്ഥയാണ്. എന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, ഏതെങ്കിലും ഞെരുക്കത്തോടോ ഭാരത്തോടോ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ മക്കളോട് ദൈവത്തിന് ഓർപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു വിശാലതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ചിലപ്പോൾ വിസയുടെ ആയിരിക്കാം, ജോലിയുടെ ആയിരിക്കാം, സമ്പത്തിൻ്റെ ആയിരിക്കാം, പലവിധമാകുന്ന ഞെരുക്കത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വചനം വായിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നത്, നിനക്ക് വിശാലത ലഭിക്കണമെങ്കിൽ നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. എന്നറിയാമോ? സ്തോത്രത്തിലൊരു വിശാലത വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയിലൊരു വിശാലത വേണം. ഞായറാഴ്ച എല്ലാ ആരാധനയും കടന്നു വരും. ദൈവത്തെ ആരാധിക്കുന്നുള്ള തീരുമാനം പ്രതിഷ്ഠ നീ എടുക്കുമ്പോൾ മറ്റു പലതിനും ദൈവം വിശാലത വരുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ആത്മീയ ലോകപ്രകാരം വേളുള്ള വാക്കുകൾ വായിക്കുന്നത്, ധാന്യം വീഞ്ഞും വർദ്ധിക്കുമ്പോൾ, ലോകപ്രകാരമുള്ള സമ്പത്തുകളും അനുഗ്രഹങ്ങളും ഭവനങ്ങളും ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും ലഭിക്കും. എന്നാൽ അതിലുപരിയായി ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുന്നത്, ഒന്നാമത് ദൈവസ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവരിക. ഹല്ലേലൂയ. പ്രവാചകനടുത്ത് ഹല്ലേലൂയ സ്ത്രീ പറയുന്നത്, എനിക്ക് അല്പം ഹല്ലേലൂയ വീഞ്ഞും എണ്ണയും ഹല്ലേലൂയ സ്തോത്രം മാവും മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറയുന്നത്, അതുള്ളത് ഒരപ്പം എനിക്ക് കൊണ്ടുവരിക. ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഉപവാസത്തിൽ നമ്മൾ കവിഞ്ഞു വരണം. അതിൻ്റെ ഞെരുക്കങ്ങളൊക്കെ മാറ്റുവാനിടയായി തീരണം. അതുപോലെ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ ഹല്ലേലൂയ എന്തെന്നറിയാമോ, അല്ല ഞെരുക്കങ്ങളൊക്കെ മാറ്റി ഒരു വിശാലത വരുത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കലവറുകളെ തുറന്ന് ധാരാളമായി അനുഗ്രഹിപ്പാനിടയായി തീരും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, പുരാതന സമ്പത്ത് അവൻ്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയപ്പോൾ ലിവ്യാതാന്റെ തലയെ തകർത്ത് മരുവാസിൽക്ക് അറിയാമോ കാടപ്പക്ഷിയെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. നീ ഞെരുക്കങ്ങളൊക്കെ മാറ്റിയിട്ട് വിശാലതയുടെ അനുഭവത്തിലേക്ക് ദൈവം ഈ ദിവസം എന്നെ നടത്തണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഏതെല്ലാം തലത്തിൽ നീ വിശാലത ആഗ്രഹിക്കുന്നുണ്ടോ ആ തലത്തിലെല്ലാം നടത്തുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പോലെ, ആവശ്യങ്ങൾ പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന, നമ്മൾ ചോദിക്കുന്നില്ല അല്ല പറഞ്ഞ അടുത്ത എന്താണ്? നിനക്കുന്നതിൽ ചിന്തിക്കുന്നതിലും അപ്പുറമായി. നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചതിലും ചോദിച്ചതുപോലെ അന്ന് ദൈവം നടത്തിയത്. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എന്നെ നടത്തിയത്, നിങ്ങളെ നടത്തിയത്, വഴി നടത്തിയ ഓരോ വിധങ്ങൾ, കഴിഞ്ഞ ആഴ്ചയിൽ വഴി നടത്തിയ വിധങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പുറമായി ഹല്ലേലൂയ അനേക സാക്ഷ്യങ്ങൾ എനിക്കും നിങ്ങൾക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ അനവധിയാണ്. ഹല്ലേലൂയ. മറ്റാർക്കും ചെയ്യാത്ത പോലാണ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നാത്തത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ നന്മ കാണുവാൻ
ഈ ദിവസങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവം പ്രാപ്തന്മാരാക്കി തീർക്കുവാനിടയായിത്തീരും. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ സാമർഥ്യം കൊണ്ടല്ല ഇതൊന്നും നേടിയത്, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മളെ സ്നേഹിച്ചു. എങ്ങനെയെന്നറിയാമോ? ഓമനകുമാരനെ തകർക്കുവാനുള്ള ആ സ്നേഹം, മാനവജാതിയെ വീണ്ടെടുക്കുവാനുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് വലിയൊരു സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വായിക്കുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് എന്ത് ചെയ്തു? വിശാല തോന്നി. അടുത്ത വായിക്കുന്നത്, കൃപ തോന്നി എൻ്റെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും എന്നോട് കൃപ തോന്നണമേ. ദാവീദ് രാജാവാണെങ്കിലും തൻ്റെ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒക്കെ മറന്നിട്ട് ദൈവസ്ഥലിൽ വന്നിട്ട് എളിയതുപോലെ താഴ്ത്തി കൊടുത്തിട്ട് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ എന്നോട് കൃപ തോന്നണമേ. അല്ലെ, ദൈവ കൃപ തോന്നിയോണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾ നിൽക്കുവാൻ ഇടയായി തീരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെക്കാൾ ശക്തന്മാരും മിടുക്കന്മാരൊക്കെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയതാണ്. എന്നാൽ കൃപ തോന്നി ഇന്ന് നിർത്തി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് UK-യിലെ മലയാളികൾ എന്ന് പറയുന്ന 200-ലധികം ആൾക്കാരാണ് പെട്ടെന്ന് മരിക്കുവാനിടയായി തീർന്നത്. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുവാനിടയായിത്തീരും. കോവിഡ് വന്നതിന് ശേഷം ഹല്ലേലൂയ പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോവുകയാണ്. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ലോകത്തിൽ നിന്ന് രാത്രി കിടന്നുറങ്ങും, രാവിലെ അറ്റാക്കായിട്ട് മരിച്ചു കിടക്കുന്നത് കാണുവാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് ദൈവമായ കർത്താവ് നമ്മളെ വഴി നടത്തുന്നത്. 118-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാനിടയായിത്തീരും, ഞെരുക്കത്തിൽ ഞാനിരുന്നപ്പോൾ എന്ത് ചെയ്തു? യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഞെരുക്കത്തിലിരിക്കുമ്പോൾ ആ അവസ്ഥയിൽ മാത്രം അങ്ങനെ ഇരിക്കുവാനല്ല, ആ സമയത്ത് നീ വിളിച്ചപേക്ഷിക്കേണ്ട ഒരു നാമമുണ്ട്. ആ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ആ ഞെരുക്കത്തെ ഹല്ലേലൂയ വിശാലത ആക്കുവാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയുമുണ്ട്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഞെരുക്കത്തിലിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഭവനത്തിനൊരു വിശാലത, ജോലിക്കൊരു വിശാലത, പോകേണ്ട വാഹനത്തിനൊരു വിശാലത. ഹല്ലേലൂയ, സ്തോത്രം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവനാമത്തിന് കൊടുക്കുന്നതിലും ആരാധിക്കുന്നതിലും എല്ലാത്തിലും ഒരു വിശാലത വന്നു കഴിയുമ്പോൾ അറിയാമോ, നീ അറിയാതെ നിന്റെ പലതിന് വിശാലത വരുത്തുവാനിടയായിത്തീരും. കഴിഞ്ഞ നാൾ എൻ്റെ ജീവിതത്തിലും അനേക ഞെരുക്കങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവസ്ഥലിലേക്ക് കടന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും മുഴങ്കാലിൽ ഇരിക്കുവാനും തുടങ്ങി കഴിയുമ്പോണ്ടല്ലോ പലതിനും ദൈവം വിശാലത വരുത്തുവാനിടയായി തീർന്നു. ഞാൻ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ദൈവം നിങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരെനിക്ക് ഉത്തരമള്ളുവാനിടയായി, എൻ്റെ ഞെരുക്കത്തെ മാറ്റുവാനിടയായി. 107-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, വായിച്ചേ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ മൗനമായിരുന്നില്ല, കരഞ്ഞ് നെടുവീർപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ, വിളി കേൾക്കുന്ന എൻ്റെ ചാരത്ത് കടന്നു വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തോട് ഞാൻ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ഉത്തരവുമായി ഇറങ്ങി വന്ന് ഹല്ലേലൂയ എന്നെ ആ കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് പിടിച്ചു കയറ്റി ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്നെ ഓടിപ്പാനിടയാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് സ്തുതിക്കുവാൻ ആരാധിപ്പാനും ഇടയായി തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അവസാനത്തെ വാക്യോട് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 8-ാമത്തെ വാക്യം വായിച്ചേ. സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പൽക്കാല സമാധാനമില്ലാത്ത ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവമക്കൾക്ക് എത്ര പ്രതികൂലങ്ങളും കാറ്റുകളും തിരമാലകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും യേശുവുള്ള പടകിൽ എന്ന് പറയാമോ ശാന്തതയുണ്ട്. ഹല്ലേലൂയ. ആ നാഥനെ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും കിടന്നു വരുമ്പോൾ ശിഷ്യന്മാർ ഉണർത്തിയതുപോലെ ഇടയ്ക്കൊന്ന് ഉണർത്തണം. നാഥാ, ഞാൻ നശിച്ചുപോകുന്നു, നിനക്ക് വിചാരമില്ല. എന്താ അറിയാമോ, യേശുവിൻ്റെ രക്തത്താൽ എന്നെ നിന്നെയും വീണ്ടെടുത്തതാണ്. ഹല്ലേലൂയ. നാഥൻ പറയും, കാറ്റെ അടങ്ങുക, ഹല്ലേലൂയ, കടലെ ശാന്തമാകുക. ആ ഇമ്പസ്വരം കേട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ പ്രകൃതിക്ക് അധികാരമുള്ളവന് നാഥനായ കർത്താവ് പടകിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പടകിൽ അവന് കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞാൽ, അവൻ 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നാഥൻ ഇറങ്ങി വന്ന് എൻ്റെ നിങ്ങളുടെ കാറ്റിനെ കോളിനെ ശാന്തമാക്കി എത്തേണ്ട അക്കരത്തെ തുറമുഖത്ത് എത്തിക്കുവാനിടയായിത്തീരും. ഈ ലോകമാകുന്ന സാഗരത്തിൽ കടലിൽ അനേക കാറ്റുകൾ തിരമാലകളൊക്കെ ഉണ്ടെങ്കിലും ജീവനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ പ്രത്യാശ നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുവാനിടയായിത്തീരട്ടെ. ഈ വചനങ്ങൾ അധികമായി കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് സാക്ഷ്യങ്ങൾ പറയുവാനിടയായിത്തീരും. അതിനുശേഷം നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ സാക്ഷ്യങ്ങൾ അറിയിക്കാം.